അപ്പം കമൻറ്റുകൾ റിപ്പോർട്ട് ചെയ്യണം, എന്നാലേ ഈ വിഡ്ഢിത്തരങ്ങൾ നിൽക്കത്തുള്ളൂ. കാരണം എന്നാലും അവർ ചെയ്യുന്ന പ്രവൃത്തി തുടർന്ന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എന്തിനാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നിർത്തണമെന്ന് പറയുന്നത്? കാരണം മറ്റുള്ളവർ ചെയ്യുന്ന വിഡ്ഢിത്തരങ്ങൾ, അവരവർ ചെയ്യുന്ന വിഡ്ഢിത്തരങ്ങൾ അറിയാതിരിക്കാനാണ്. കാരണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ഈ സമൂഹത്തിൽ നടക്കുന്ന കുറേ പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളൊക്കെ നിൽക്കേണ്ടി വരും. അത് ഒരു സംശയവും വേണ്ട. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർ, മുഹമ്മദ് നബിയെ ഫോളോ ചെയ്യുന്നവർ, ഈ രണ്ട് കൂട്ടരും അവർ ചെയ്യുന്ന വൃത്തികേട് നിർത്തിയേ പറ്റത്തുള്ളൂ. കാരണം അവനവൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ, അവനവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം ആരംഭിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ജീവനുമായിട്ടുള്ള സ്പന്ദനത്തിൻ്റെ താളം ശ്രദ്ധിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കുന്ന ആൾക്കാർക്കാണ് ഞെരിവിരി കൊള്ളുന്നത്. അതുകൊണ്ടാണ് അവർ ഈ ചാനൽ പൂട്ടിക്കാൻ നോക്കുന്നത്. പക്ഷേ നമ്മൾ പൂട്ടിക്കാൻ നോക്കും, കാരണം പലവർക്കും ഊത്തലുണ്ടാകും. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവരവരായിട്ടിരിക്കുന്ന അവസ്ഥ സ്വസ്ഥമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരവരിൽ തെളിച്ചമില്ല. അതിനാണ് പൂട്ടിക്കാൻ നോക്കുന്നത്. മനസ്സിലായ? വാ അടപ്പിക്കാൻ നോക്കുന്നത്. നമ്മൾ ആരുടെയും വാ അടപ്പിക്കണ്ട. തന്നെത്താൻ വാ തുറന്ന് സംസാരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള അവനവന് ഗുണകരമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും വരാനില്ല. സ്വന്തം ജീവിതം പരിശോധിച്ച് നോക്ക്. അത് പരിശോധിക്കാൻ പറ്റുന്നില്ല. ഈ മുഹമ്മദ് നബി പറഞ്ഞത്, യേശുക്രിസ്തു പറഞ്ഞതും ഈ രണ്ട് ആൾക്കാരെ ഒഴിവാക്കിയാൽ ഈ ലോകത്ത് സമാധാനം ഉണ്ടാവും. ഒരു സംശയവും വേണ്ട.